മെട്രോ റെയിലിനും ലൈറ്റ് മെട്രോയ്ക്കും സിൽവർ ലൈനും എല്ലാം ശേഷം ഇനി കേരളത്തിന്റെ വിവാദ പാളങ്ങളിൽ ഓടാൻ പോകുന്നത് RRTS ആയിരിക്കും. അതായത് റാപ്പിഡ് റെയിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന ഡൽഹിയിൽ മാത്രമുള്ള സംവിധാനം ഇങ്ങ് കൊച്ചിയിലേക്കും വരികയാണ്. ആ പാളങ്ങളിൽ പായുന്നത് നമോ ഭാരത് ട്രെയിനുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഭാരത് ട്രെയിനുകൾ. കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂർക്കും തിരിച്ചും നമോ ഭാരത് ട്രെയിനുകൾ ഓടിക്കാനുള്ള RRTS സംവിധാനം പ്രായോഗികമാണ് എന്ന് കേന്ദ്ര നഗര വികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ ഒരൊറ്റ കാര്യം തീർപ്പായിട്ടുണ്ട്. കേരളത്തിലെ സിൽവർ ലൈനിന് ഇനി കേന്ദ്രത്തിന്റെ പച്ചക്കൊടി കിട്ടാൻ പോകുന്നില്ല. കൊച്ചി മെട്രോ തൃശൂർക്കും നീട്ടുമെന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം പകുതി മുക്കാലും നടപ്പാകുന്ന അവസ്ഥയാണ്. മെട്രോ ആയിട്ടില്ലെങ്കിലും കേരളത്തിലെ BJPയുടെ അതിവേഗ പാതയായ കൊച്ചി തൃശൂർ പാലക്കാട് വഴി കോയമ്പത്തൂർക്കാണ് പുതിയ പാത തുറക്കുന്നത്. ആ വഴിയിൽ സിൽവർ ലൈനുകൾക്കല്ല റാപ്പിഡ് ട്രെയിനുകൾ ഓടിക്കാനുള്ള പദ്ധതിക്ക് മാത്രമേ കേന്ദ്രത്തിൽ നിന്നും ഇനി പച്ചക്കൊടി വരാൻ വഴിയുള്ളൂ. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കേരള ലൈനിൽ ഓടുന്ന നമോ ട്രെയിനുകൾ. RRTS എന്ന റാപ്പിഡ് റെയിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം നിലവിൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയിലാണ്. ഡൽഹി ലക്ഷ്യമിട്ടാണ് നിർമ്മാണമെങ്കിലും സംഭവം ഡൽഹിയിലേക്ക് എത്തിയിട്ടില്ല. ഷഹിദാബാദിൽ നിന്ന് മീററ്റ് വരെയുള്ള 38 കിലോമീറ്റർ 600 മീറ്ററാണ് പൂർത്തിയായിരിക്കുന്നത്. ആ ദൂരത്തിന് പ്രീമിയം നിരക്ക് 165 രൂപയും സാധാരണ സീറ്റിന് 110 രൂപയും. ഏതാണ്ട് വന്ദേ ഭാരത് കോച്ചുകൾക്ക് സമാനമായ സൗകര്യങ്ങളുള്ള ചെയർ കാറുകളാണ് നമോ ഭാരത് ട്രെയിനുകളിലും. ഡൽഹിയിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത് നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന NCRTC ആണ്. കൊച്ചി മെട്രോ റെയിൽ നടപ്പാക്കിയ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ പോലുള്ള ഒരു സംവിധാനം. കേന്ദ്ര സർക്കാരും ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഡൽഹി സംസ്ഥാന സർക്കാരുകളും ചേർന്നുള്ള ഒരു സംയുക്ത സംരംഭമാണത്. ജർമ്മനിയിലെ ഡ്യൂഷെ ബാൻ എന്ന DB കമ്പനിക്കാണ് നടത്തിപ്പ് ചുമതല. 82 കിലോമീറ്റർ ദൂരത്തിൽ സ്റ്റാൻഡേർഡ് ഗേജ് ട്രാക്കുകളാണ്. 180 കിലോമീറ്റർ വേഗം എന്നാണ് അവകാശവാദമെങ്കിലും ഇപ്പോൾ ശരാശരി 100 കിലോമീറ്റർ ആണ് കിട്ടുന്നത്. അതായത് സാധാരണ ട്രാക്കിൽ സാധാരണ ട്രെയിൻ ഓടുന്ന വേഗം തന്നെ. പാത പൂർത്തിയാകുമ്പോൾ മെച്ചപ്പെടുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഇത്രയും പാതയുടെ സാങ്കേതിക കാര്യങ്ങൾ. അപ്പോ ഈ പാതയ്ക്ക് എന്താണ് കേരളത്തിൽ കാര്യം? ലണ്ടനിലെ ക്രോസ് റെയിൽ പോലെ, പാരീസിലെ RER പോലെ, മ്യൂണിച്ചിലെ S-ബാൻ പോലെയൊക്കെയുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ RRTS. ഇന്ത്യയില് ഡൽഹി കഴിഞ്ഞാൽ നിലവിൽ മുംബൈയിലാണ് ഇത്തരമൊരു സംവിധാനത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. 100 കിലോമീറ്റർ വരെ ദൂരത്തിൽ യാത്രക്കാരുടെ ദൈനംദിന പ്രവാഹമുള്ള നഗരങ്ങളിലാണ് ഈ സംവിധാനം നടപ്പാക്കേണ്ടത്. നിലവിൽ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള 3 RRTS അല്ലാതെ മറ്റൊന്നും പ്രഖ്യാപിക്കുകയോ ആലോചിക്കുകയോ പോലും ചെയ്തിട്ടില്ല. ഡൽഹി മീററ്റ്, ഡൽഹി പാനിപ്പറ്റ്, ഡൽഹി ആൽവാർ എന്നിവയാണ് ആ 3 റൂട്ടുകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭം എന്ന് പറയുമെങ്കിലും പദ്ധതി പൂർണ്ണമായും ADB വായ്പ ആശ്രയിച്ചാണ് നടപ്പാക്കുന്നത്. ADBക്കൊപ്പം തന്നെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും പണം മുടക്കുന്നുണ്ട്. ഇത്രയും അതിന്റെ സാമ്പത്തിക വശങ്ങൾ. ഇനിയാണ് പ്രധാന കാര്യം. RRTSന്റെ പാതയ്ക്കും പൂർണ്ണമായും സ്ഥലം ഏറ്റെടുത്തു നൽകണം. സിൽവർ ലൈനിന് വേണ്ടതുപോലെ തന്നെ സ്ഥലം ഈ സംവിധാനത്തിനും വേണം. നിലവിലുള്ള റെയിൽവേ ലൈനുകൾ ഇതിന് ഉപയോഗിക്കാൻ കഴിയില്ല. ഡൽഹിയിൽ യഥാർത്ഥത്തിൽ 8 പുതിയ റെയിൽ ഇടനാഴികളിലൂടെയാണ് പാത യാഥാർത്ഥ്യമാക്കുന്നത്. ഉയരപാതകളും ഭൂഗർഭ പാതകളുമാണ് നിർമ്മിക്കുന്നത്. ഇനിയാണ് ഇതിന്റെ ചിലവിലേക്ക് വരുന്നത്. ഡൽഹിയിൽ RRTSന് പ്രതീക്ഷിക്കുന്ന ചെലവ് 30,274 കോടി രൂപയാണ്. അത് 2 വർഷം മുൻപ് പണി തീരും എന്ന കണക്കുകൂട്ടലിൽ ഉണ്ടായതാണ്. ഇപ്പോഴത്തെ നിലയ്ക്ക് 35,000 കോടി രൂപയെങ്കിലും ഇല്ലാതെ ഇത് പൂർത്തിയാക്കാൻ കഴിയില്ല. ഡൽഹിയിലെ സ്ഥലം ഏറ്റെടുക്കലിന് വേണ്ടി വന്നതിന്റെ പല മടങ്ങ് തുക വേണം കൊച്ചി കോയമ്പത്തൂർ പാതയിൽ സ്ഥലം കണ്ടെത്താൻ. ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും ഒക്കെ ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്നു വരുന്നതിനാൽ അവിടെ വിലയും ചിലവും കുറവായിരിക്കും. 525 കിലോമീറ്റർ സിൽവർ ലൈനിന് കേരളത്തിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന പദ്ധതി തുക 65,000 കോടി രൂപയുടേതാണ്. കൊച്ചി കോയമ്പത്തൂർ RRTS 150 കിലോമീറ്ററിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ഡൽഹിയിൽ 82 കിലോമീറ്റർ പൂർത്തിയാക്കാനാണ് 35,000 കോടി വേണ്ടി വരുന്നത്. ഇവിടെ 150 കിലോമീറ്റർ ആകുമ്പോൾ 70,000 കോടി രൂപയിലെത്തും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സിൽവർ ലൈൻ നടപ്പാക്കാൻ വേണ്ട തുക. അപ്പോ ഇതിൽ ഏതിനാണ് കേരളം മുൻഗണന 1 നൽകേണ്ടത്? അതാണ് ലളിതമായ ചോദ്യം. RRTS
സിൽവർ ലൈൻ പദ്ധതിയുടെ സാങ്കേതികമായ ഏറ്റവും വലിയ എതിർപ്പ് ഒരൊറ്റ കാര്യത്തിലായിരുന്നു. റെയിൽവേയും കേന്ദ്ര സർക്കാരും പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഗേജിൽ ഇന്ത്യയിൽ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല എന്നായിരുന്നു. 1435 മില്ലിമീറ്ററിന്റെ സ്റ്റാൻഡേർഡ് ഗേജിൽ മാത്രമേ ഈ വേഗപാതകൾ സാധ്യമാകൂ എന്നതായിരുന്നു കേരളത്തിന്റെ വാദം. ഇപ്പോ RRTS ഡൽഹിയിൽ നിർമ്മിക്കുന്നതും മറ്റെവിടെയും നിർമ്മിക്കാൻ ആലോചിക്കുന്നതും സ്റ്റാൻഡേർഡ് ഗേജിലാണ്. എന്നിട്ടും RRTSൽ ഓടിക്കുന്ന നരേന്ദ്രമോദി ട്രെയിനുകൾക്ക് പരമാവധി കിട്ടാവുന്ന വേഗം 180 കിലോമീറ്റർ ആണ്. സിൽവർ ലൈനിൽ ഇത് 320 വരെയും. നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ 250 കിലോമീറ്റർ ആണ് വിദഗ്ധ പഠനത്തിൽ കണ്ടെത്തിയത്. സ്റ്റാൻഡേർഡ് ഗേജിൽ നടപ്പാക്കുന്ന RRTSന് ബ്രോഡ് ഗേജിലെ വേഗം മാത്രമേ സാധ്യമാകൂ എന്നർത്ഥം. മാത്രമല്ല, കൊച്ചി കോയമ്പത്തൂർ അല്ല കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റൂട്ട്. അത് തിരുവനന്തപുരം മംഗലാപുരമോ ഒന്നുകൂടി ചുരുക്കിയാൽ കൊച്ചി മംഗലാപുരമോ ആണ്. കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂർക്കുള്ള ട്രെയിനുകളും ബസ്സുകളും പലപ്പോഴും സിറ്റിംഗ് കപ്പാസിറ്റിക്കുള്ള ആളുകൾ പോലും ഇല്ലാതെയാണ് ഇപ്പോൾ ഓടുന്നത്. 1990-ൽ തുടങ്ങിയതാണ് RRTS നടപ്പാക്കാനുള്ള ആലോചന. 2006-ൽ നടത്തിപ്പ് ഘട്ടത്തിലെത്തിയപ്പോൾ ഇട്ടിരുന്ന പേര് റാപ്പിഡ് എക്സ് എന്നായിരുന്നു. 2019-ലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി സ്റ്റേഷന് ചിലയിടുന്നത്. അതോടുകൂടിയാണ് ഈ ട്രെയിനുകളുടെ പേര് നമോ ഭാരത് എന്ന് മാറ്റിയത്. വന്ദേ ഭാരത് ഇന്ത്യക്കുള്ള വന്ദനമാണെങ്കിൽ ഇത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമോ ഭാരത് ട്രെയിനുകൾ. അവിടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ സിൽവർ ലൈനുകളാകുന്ന രജത രേഖകൾ മാഞ്ഞുപോകും. ചേലക്കരയിൽ നിന്നും ചേലാമറ്റത്തേക്ക് അപ്പം കൊണ്ടുപോകുന്ന ലളിത സ്വപ്നങ്ങൾക്കുമേൽ ആലുവയിൽ നിന്നും തൃശൂർ സ്വരാജ് റൗണ്ട് വഴി പാലക്കാട് കോട്ട മൈതാനത്തേക്ക് നീളുന്ന രാഷ്ട്രീയ മെട്രോകൾ ഓടിത്തുടങ്ങും. കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂർക്കുള്ള വഴിയിലെ വാളയാറായിരുന്നു ചരിത്രാതീത കാലം മുതൽ വടക്കു നിന്നുള്ള രാഷ്ട്രീയ കാറ്റിന് കേരളത്തിലേക്ക് കയറാൻ പശ്ചിമഘട്ടം കുനിഞ്ഞുകൊടുത്ത വാതായനം. ആ ചുരത്തിലൂടെയാണ് പുതിയ രാഷ്ട്രീയ ത്വരിത ഗമന വാഹനം ഓടാൻ പോകുന്നത്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.